പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ജൂലൈ 19 ഷാർജയിൽ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്ത അതുല്യ എന്ന സ്ത്രീയുടെ ഭർത്താവ് സതീഷ് തൻ്റെ സ്വന്തം കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് പെണ്ണാണെന്നറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയോ അതിനുശേഷം ഈ 10 വയസ്സാകുന്നത് ഈ കുട്ടിയെ വിളിക്കുകയോ പറയുകയോ ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല എന്ന അവരുടെ വീട്ടുകാരുടെ പ്രസ്താവനയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലെ കുറേ പുരുഷന്മാരുടെ മനോഭാവം, എല്ലാവരുടെയാണെന്നല്ല, കുറേ പുരുഷന്മാരുടെ മനോഭാവം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലത്തൊക്കെ വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുന്നില്ലെന്ന് വരിയിൽ ആ സ്ത്രീയെ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ സ്ത്രീയെ വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ വേറൊരു സ്ത്രീയെ കുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വിവാഹം കഴിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ, പുരുഷന്മാരിൽ ഉള്ള ഒരു പ്രധാന ലക്ഷ്യം തന്നെ തങ്ങൾക്ക് പിൻഗാമികളാകാനുള്ള അതല്ലെങ്കിൽ തങ്ങൾക്ക് ചടങ്ങുകൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ തങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ആദായം ആകാനുള്ള, അല്ലെങ്കിൽ തങ്ങൾക്ക് സഹായമാകാനുള്ള ആൺമക്കൾ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെന്ന് പറഞ്ഞാലും ആൺമക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പെൺമക്കളാകുമ്പം അവർ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു വലിയ സ്വാർത്ഥത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് നമ്മളൊരുപാട് അടുത്ത കാലത്ത് ഞാൻ വീഡിയോ കാണുകയുണ്ടായി. പെൺകുട്ടികളായതിനു ശേഷം ആയതിൻ്റെ പേരിൽ പ്രായമായ പെൺകുട്ടികളെയും അമ്മയെയും കൂടെ ഉപേക്ഷിച്ചിട്ട് പാപ്പ പോയി എന്നുള്ള ഒരുപാട് കേസുകൾ ഈ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചു. പെൺകുട്ടികളോടുള്ള ഒരു മനോഭാവം പിതാക്കന്മാർക്ക് എന്താണ് എന്നുള്ളത് അവിടെ വ്യക്തമാകുന്നു. അതായത് തങ്ങൾക്ക് ആദായമില്ല. അതായത് അവരെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന കാര്യം ഈ പെൺമക്കളുടെ വിവാഹം കഴിച്ചു കൊടുക്കുക, അതിനുവേണ്ടി വരുന്ന ചെലവ്, ഇതൊക്കെയാണ്. ഈ വിവാഹ സമ്പ്രദായം എത്രമാത്രം സ്ത്രീകളെ ഒരു വലിയ ഭീകരജീവികളെ പോലെ അച്ഛന്മാർ കാണാൻ കാരണമാകുന്നു എന്നുള്ളതും നമുക്കവിടെ നിന്ന് വ്യക്തമാണ്. അപ്പം ഈ കുട്ടികളെ ഒരു മാസത്തിന് ഒരു 2-3 വീഡിയോ എങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. പെൺമക്കളായതിൻ്റെ പേരിൽ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അങ്ങനെയുള്ള കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പുരുഷന്മാർക്ക് അത്രയധികം ആൺകുട്ടികൾ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വിവാഹം കഴിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അപ്പോൾ സതീഷ് സ്വന്തം കുട്ടിയെ വിളിക്കുകയോ പറയുകയോ ആ കുട്ടി ജനിച്ച സമയത്ത് മാറിപ്പോവുകയോ ഒക്കെ ചെയ്തതിൽ നിന്നും ആ പുള്ളിക്കാരൻ്റെ പെണ്ണിനോടുള്ള മനോഭാവം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ കുട്ടികളുണ്ടാകുക എന്ന് പറയുമ്പം ആൺകുട്ടികളെന്നുള്ളതാണ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ആൺകുട്ടികളാണെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ, അതുപോലെ വീട്ടിൽ തന്നെ ഉള്ളവരാകുന്നത് കൊണ്ട് ആദായം, അതുപോലെ പിന്നെ അവർക്കൊരു സപ്പോർട്ടായിട്ടാണ് അവർ കാണുന്നത്. അതേസമയം പെണ്ണാകുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അവരുടെ പൊതുവെയുള്ള ധാരണ. അവർക്ക് അതൃപ്തിയുള്ളവർ ഒരുപാട് പേരുണ്ട്. തിരിച്ച് വ്യത്യസ്തമായിട്ടുള്ള വളരെ കുറച്ച് പേരും ഉണ്ടാവാം. പക്ഷെ എന്നാലും പൊതുവായിട്ടുള്ള ഒരു മതബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്, മതപരമായ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമായിട്ടും ഇങ്ങനൊരു നിലപാട് പെൺമക്കളോടുള്ളവരാണെന്നുള്ളത് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതായത് തനിക്ക് ഭാവിയിലേക്ക് പ്രയോജനമില്ലാത്ത രോഗികളായ കുട്ടികളെ ഉണ്ടായാലേ, വികലാംഗരായ കുട്ടികളുണ്ടായാലേ, മന്ദബുദ്ധികളായ കുട്ടികളുണ്ടായാലേ, പെൺകുട്ടികളുണ്ടായാലേ ഒക്കെ ഇവർ അവരെ നോക്കാതെ ഇരിക്കുകയോ ഭയങ്കര അതൃപ്തരായി വീടുകളിൽ സ്ഥിരം വഴക്കിടുന്നവരായി മാറുകയോ, പിന്നെ ചിലരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി, അവർ പിന്നെ സൂത്രത്തിൽ ആ വീടങ്ങ് വിട്ട് മാറി അങ്ങ് പോകും. ചിലരൊക്കെ ആണെങ്കിൽ മാറിപ്പോയി വേറെ വിവാഹം കഴിക്കും, ചിലർ ദൂരസ്ഥലത്തേക്ക് അങ്ങ് മാറിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ
കാണാറുണ്ട്. അപ്പം ഏത് സാഹചര്യത്തിലും ആ കുട്ടികളെ വളർത്തി അത് അവരുടെ കൂടെ നിൽക്കുന്നത് ആ അമ്മമാരാണ്. അവർ പക്ഷെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ആ സാഹചര്യത്തിനെ കവർ ചെയ്യുന്നത്. അത് ഒരിക്കൽ മുതുകാട് ഒരു ലേഖനം എഴുതുന്നു, ഓടി അകലുന്ന അച്ഛന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ മന്ദബുദ്ധികൾ വികലാംഗരൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛന്മാർ അവിടെ നിന്ന് ഓടി അകലുന്നതിനെ പറ്റി 2023 ആണ് മുതുകാട് ഇതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും പക്ഷെ നമ്മുടെ സമൂഹത്തിലെ റിപ്പോർട്ടുകളോ ചർച്ചകളോ എഴുത്തുകളോ ഒന്നും കാണാറും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള അതിസൂക്ഷ്മ തലത്തിലെ ഒരുപാട് വിഷയങ്ങൾ സ്ത്രീ സമൂഹത്തിനുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം, സ്ത്രീകളോടുള്ള ഒരു മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നന്ദി.